പനിയുടെ ഒരു കോൾ കണ്ടാൽ മതി, ഞാൻ പിന്നെ വെച്ചുകൊണ്ടിരിക്കത്തില്ല, നേരെ ആശുപത്രിയിലേക്ക് ഓടും. അവിടെ ചെന്ന് 2 ഇഞ്ചക്ഷൻ എടുക്കാതെ എൻ്റെ പനിയൊന്നും മാറത്തില്ല. ഡോക്ടർ എന്നാലും ചോദിക്കും ഇഞ്ചക്ഷൻ വേണോ അതോ മരുന്നായിട്ട് മതിയോ എന്ന് ചോദിക്കും. ഞാൻ കേട്ട മതി കേൾക്കാതെ വഴി ചാടിക്കയറി പറയും എനിക്ക് ഇഞ്ചക്ഷൻ മതി ഡോക്ടറെ, അതും 2 എണ്ണം. കാരണം 2 കുട്ടിപ്പട്ടാളത്തിൻ്റെ അടുത്ത് യുദ്ധം ചെയ്യേണ്ടതല്ലേ, അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ പനി പിടിച്ച് കിടക്കും. അങ്ങനെ 2 ഇഞ്ചക്ഷൻ എടുത്ത് നേരെ വിട്ടത് കടയിലേക്കാണ്. പനി ആയതുകൊണ്ടാണെന്നറിയില്ല, ഭയങ്കര വിശപ്പ്. നമ്മൾ കറ്റാനത്ത് ഇലയിട്ട് കയറി ചില്ലി ചിക്കൻ മേടിച്ചു. പിന്നെ ഇപ്പോൾ ഞാൻ മിഠായി തിന്നണമെന്ന് തോന്നുമ്പോൾ ഡാർക്ക് ചോക്ലേറ്റാണ് കഴിക്കാറ്. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്ന കടയിൽ നിന്ന് ഞാൻ ചപ്പാത്തി മേടിച്ചു, അല്ലാതെ പാക്കറ്റ് ചപ്പാത്തി എനിക്കിഷ്ടമല്ല. പിന്നെ ഓർത്തത് ചേച്ചിയുടെ വീട്ടിലോട്ട് പോകാൻ, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാൻ എന്തോ സുഖം തോന്നിയില്ല. അപ്പോൾ അവരെയും കൂടെ ഒക്കെ കമ്പനിക്ക് കൂട്ടാമെന്ന് കരുതി ഞാൻ നേരെ പോയത് ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അതാകുമ്പോൾ ഒരു ഗ്യാങ്ങായിട്ട് തന്നെ ഇരിക്കുകയല്ലോ. അവിടെ ചേച്ചിയും മോളും ചേച്ചിയുടെ അമ്മായിമ്മയാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നേരെ പോയി എല്ലാം സെറ്റാക്കുമെന്നുള്ളതായിരുന്നു. ചപ്പാത്തിയും പിന്നെ കൂടെ ചില്ലി ചിക്കനുമായിരുന്നു ഞാൻ മേടിച്ചിട്ടുള്ളത്. മഴയും പനിയും എല്ലാം കൂടെ വന്നുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയും വിശപ്പ് എന്നൊക്കെ പറയാം. പക്ഷേ എന്തോ പിന്നെ തിങ്കളാഴ്ച സ്കൂൾ ഉറപ്പല്ലേ, അപ്പം പിന്നെ ഇവരെ ആരും കിട്ടത്തില്ല, എല്ലാവരും ബിസിയല്ലേ. ചേച്ചി ആയാലും അവളെയും കൊണ്ട് ഓട്ടമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് എല്ലാവരും കൂടെ കൂടുമ്പോൾ ഒരു രസമല്ലേ, അതാണ് അങ്ങോട്ട് പോയി പിന്നെ ചപ്പാത്തിയൊക്കെ എടുത്തു, ചില്ലി ചിക്കനും എടുത്തു. താഴെ ഇരുന്നാണ് കഴിച്ചത്, അതാകുമ്പോൾ സൗകര്യത്തോടെ ഇരുന്ന് കഴിക്കാമല്ലോ. എന്നാലും ശിവ ഭയങ്കര സീനായിരുന്നു. വലിയ രീതിയിൽ കഴിച്ചൊന്നുമില്ല, 1-2 പീസ് ഒന്ന് കഴിച്ചപ്പോഴത്തേനും അവൾക്ക് മതിയായി. പിന്നെ കളിയായിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാം ആസ്വദിച്ച് കഴിച്ചു. കാരണം ഇച്ചിരി നേരത്തെയാണ് കഴിച്ചത്, 7 മണി വരെയായി ടൈം. കാരണം ഇച്ചിരി ലേറ്റായിട്ട് കഴിച്ചാലും ദഹിക്കില്ലല്ലോ, ഒന്നാമത് എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് എന്നാലും പെട്ടെന്ന് തോന്നിയതാണ്. എന്തായാലും അടിച്ചു പൊളിച്ചു എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, എന്നാലും ആസ്വദിച്ച് കഴിച്ചു എന്ന് ഞാൻ പറയാം. പനി പിടിച്ച് തോന്നിയൊരു ക്രേവിങ്സാണ്. പനിയുടെ പേരും പറഞ്ഞ് എന്തായാലും ചപ്പാത്തിയും ചില്ലി ചിക്കനൊക്കെ കഴിക്കാൻ പറ്റി. പിന്നെ ഇതൊക്കെ രസമല്ലേ അല്ലേ, എല്ലാവരും ഒപ്പം കൂടെ നിന്ന്. നാളെ എന്ത് പറ്റുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കണം. ഇന്ന് എത്രയ്ക്ക് നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷമായിട്ടിരിക്കുക. തിന്നുക ഉറങ്ങുക അടിപൊളി. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.